കുഞ്ഞിപ്പെണ്ണിന് അപ്പം എല്ലാം കൂടെ ഭയങ്കര സന്തോഷമായി പോയിട്ടോ. ബിഗ് ബോസിൽ വിളിച്ചാ നീ പോവോ? കോഴിയപ്പി ചവിട്ടി കോഴിയപ്പി. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പെസഹ ആശംസകൾ. ഇന്ന് പെസഹയാണ് കേട്ടോ, പെസഹ വ്യാഴാണ്. അപ്പൊ ഇന്ന് നമ്മള് കുഞ്ഞിപ്പെണ്ണിന്റെ ഫസ്റ്റത്തെ പെസഹയാട്ടോ കൂട്ടുകാരെ. അപ്പം നമ്മളെന്താ പറയാ, അപ്പൊക്കെ ഉണ്ടാക്കി മുറിച്ച് അല്ലേ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. പാലൊക്കെ ഉണ്ടാക്കൂലേ, അപ്പം ഉണ്ടാക്കണം, പാനി ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ രാത്രിയാണ് നമ്മൾ പെസഹ അപ്പം മുറിക്കുന്നത്. അപ്പം മുറിക്കുമ്പോ അതിന് മുന്നേ നമ്മള് പരിപാടിയൊക്കെ രാവിലെ തൊട്ട് തുടങ്ങും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ഫസ്റ്റത്തെ ഈസ്റ്ററും കൂടി വരാൻ പോകുന്ന. കഴിഞ്ഞ വർഷത്തെ ഈസ്റ്ററിനുണ്ടായി, ഈ വർഷം അവൾ ആഘോഷിക്കാൻ പോകുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ ആദ്യത്തെ ഈസ്റ്റർ വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് കുഞ്ഞിപ്പെണ്ണ് ഉണ്ടാവുമായിരിക്കും. ആയിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ വേറെ സംഭവം ഉണ്ട്, രാത്രി നമ്മൾ അപ്പം മുറിക്കുന്നത് പാട്ട് പാടും. എനിക്കറിയാം, ഞാൻ ഒരു വട്ടം പെസഹ കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്ത് കോവിഡ് ആയത് കാരണം പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത കാരണം മമ്മി അപ്പം മാത്രം ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പവും പാനിയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ. ഇന്ന് പെസഹ ആയതുകൊണ്ട്, അതുപോലെ തന്നെ നാളെ ദുഃഖവെള്ളിയൊക്കെയാണ്. ദുഃഖമായിരിക്കുമല്ലോ നാളെ, മൊത്തം ദുഃഖമായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പെസഹ ആഘോഷിക്കുന്നത് എന്നുള്ളതൊക്കെയാട്ടോ നമ്മൾ കാണിക്കുന്നത്. കോഴിയപ്പി ചവിട്ടി പച്ചപ്പുല്ല താമരപ്പുല്ല എന്നെ തൊട്ട സ്വീകരിക്കില്ല എന്ന് ആദ്യം പറഞ്ഞു. പറയുമ്പോ അവളെ ഇരിപ്പിട്ട് ഇറങ്ങിയോണ്ട് അവളുടെ കാര്യം കോഴിക്കാട്ടായി, എന്റെ കാര്യം കോഴിക്കാടായി കേട്ടോ. എന്റെ കാലം നമ്മള് കണ്ടിട്ട് ഒരേ കളറുള്ള ഞാൻ ഡ്രസ്സ് അല്ലേ, ഇതെന്റെ പണ്ടത്തെ അയച്ച് ഞാൻ വന്നപ്പോ എനിക്ക് മേടിച്ചെന്ന് നരച്ചു പോയിട്ടോ. പക്ഷെ ഇപ്പൊ ഇട്ട് നോക്കിയപ്പോ പാകാ കൊള്ളാവോ. പിന്നെ പെസകയൊക്കെ അല്ലേ, അപ്പൊ ഇച്ചിരി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെതായ ബഹുമാന കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ അല്ലേ. അതുകൊണ്ട് ചുരിദാറിട്ടെ അല്ല നിക്കറിട്ടെ, അല്ല തന്നെ നിക്കർ അടിച്ചു പറ്റിയ അവള് ഇട്ടേ. ഇല്ല, നിനക്ക് അങ്ങനെ നിക്കർ മേടിക്കണം കുഞ്ഞെ, കുറച്ച് വെറൈറ്റി നിക്കറൊക്കെ തീർന്നു അല്ലേ. ഞാൻ നിക്കറൊക്കെ എടുത്ത് വിളിടും, നിക്കർ തീർന്നു. ഇപ്പൊ ബനിയനും തീർന്നില്ലേ? ബനിയനും തീർന്നു, ഇനി പുതിയത് ഇറക്കണം. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ നമുക്ക് രണ്ടൊക്കെ ഒന്ന് മതി. നമ്മൾ അങ്ങനെയാണല്ലോ. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കാട്ടോ, ഫാനൊക്കെ ഇട്ട് നല്ല ഉറക്കത്തില്ല. രാത്രി ഭയങ്കര വഴക്കാണ്, രാത്രി നല്ല വഴക്കായിരുന്നല്ലേ. ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. പറയാ ഞാൻ മാജിക്കിന് പോലെ ഉണ്ടോ? മജിക്കല് അതുപോലെ ഉണ്ട്. ഇവിടെ കണ്ട അച്ചാറിടുന്ന പരിപാടിയാണല്ലോ. കണ്ട വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ടോ. മോളിക്കൂട്ടൻ ബീഫ് അച്ചാർ ഉണ്ടാക്കുക കേട്ടോ. ബീഫ് അച്ചാർ ഇഞ്ചി അരിഞ്ഞില്ലേ, ബീഫ് അച്ചാർ ഇടാനുള്ള ഇഞ്ചിയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോളിക്കൂട്ടൻ അവിടെ, മോളിക്കൂട്ടൻ എന്താ പരിപാടി? അതാ മോളിക്കൂടെ പുറത്ത് നമ്മുടെ വെളുത്തുള്ളി എല്ലാ തൊണ്ട് പൊളിക്കലും പരിപാടികളൊക്കെ കാറ്റിക്കൂട്ടില്ല കേട്ടോ. ഓഹോയ് 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 ഓഹോയ്. അപ്പൊ ഇന്നത്തെ അച്ചാർ മോളിക്കൂടെ ഇടണേ? ബീഫ് അച്ചാർ ഇടാൻ പോവാണ് കൂട്ടുകാർക്ക് ഇതൊക്കെ തരാന്. പെസഹയായിട്ട് ബീഫ് അച്ചാർ കേട്ടോ. പക്ഷെ നമ്മൾ കൂടുതൽ നമ്മൾ നോമ്പാണ്, പക്ഷെ നമ്മൾ നിങ്ങൾക്ക് കിട്ടിയത് കുറച്ച് ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ഈസ്റ്റർ വരികയല്ലേ, ഈസ്റ്റർ വരുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാര് ഈ നമ്മുടെ ബീഫ് അച്ചാറും ചിക്കൻ അച്ചാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പാത്രം ഉണ്ടാക്കുന്നേ. അപ്പൊ അതാണ്ട് പൊന്നു ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊന്നു നാട് ഇഞ്ചി എരിഞ്ഞോണ്ടിരിക്കുക. ഇഞ്ചി ചിരണ്ടിക്കൊണ്ടിരിക്കുക. രാവിലെ തീരണ്ടായിരുന്നേ, കുഞ്ഞിപ്പെണ്ണ് വഴക്കൂടി കാരണം പകുതിയിൽ ഞാൻ നിർത്തിയിട്ട് പോയി. കുഞ്ഞിപ്പെണ്ണ് ഇന്നലെ നല്ല പറഞ്ഞില്ലേ, നല്ല രാത്രി നല്ല വഴക്കായിരുന്നു കേട്ടോ. എന്തോ സങ്കടം വരുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിന്. സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടതാ. ഇനിയിപ്പോ ചിലപ്പോ ഡൂഡ് വരാത്തത് സ്വപ്നം കണ്ടതാണെങ്കിലോ? ഡൂഡ് വരാത്തത് എങ്ങനെ സ്വപ്നം കാണുന്നേ? ഡൂഡിന് ചേട്ടാ വിളിയല്ലേ, ഫുള്ള് വിളിയാട്ടോ. കാണാൻ ഭയങ്കര സങ്കടാട്ടോ കുഞ്ഞിപ്പെണ്ണിന്, ഭയങ്കര വിഷമാട്ടോ. ചുച്ചിയേന്ന് വിളിക്കും അവൾക്ക്. കുഞ്ഞിപ്പെണ്ണാണ് ഭയങ്കര വിഷമത്തില്, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂഡുവിന്റെ സൈക്കിൾ ഉണ്ടല്ലോ, അതിപ്പോ എപ്പോഴും പോയി തൊട്ട് നോക്കലാ. അതില് കേറാനൊക്കെ ഇങ്ങനെ കാലൊക്കെ പൊന്തിച്ച് വെച്ച് നോക്കും കേറാൻ പറ്റുമോന്നൊക്കെ. രണ്ട് കരച്ചില്ല അതില് കേറാൻ വേണ്ടിട്ട്. അതിൽ ഇരുത്താനായിട്ടില്ലല്ലോ, ഹൈറ്റും. ഓർക്കുന്നുണ്ടാവും ഡൂഡു എവിടെ പോയി ഓർക്കുന്നുണ്ടാവും. രാവിലെ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും വിഷമായി, ആകെ വിതുമ്പി.
കേട്ടോ. എടാ നീ ഇതാക്കിയോ അപ്പം ഉണ്ടാക്കാനുള്ള അരി പൊടിച്ചോ? അരി പൊടിക്കാൻ പോണോ? അപ്പോ പോയിട്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഞാനാടെ പോയിട്ട് വന്നപ്പോഴേക്ക് ഇവിടെ ഭയങ്കര ചർച്ചയാട്ടോ. ഇവരിവിടെ തേങ്ങ ഒക്കെ പൊട്ടിച്ച് ചിരണ്ടുന്ന പരിപാടിയിലാട്ടോ. പാലിനെടുക്കാം. പാലുണ്ടാക്കാൻ വേണ്ടിട്ടുള്ള തേങ്ങ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ ഉണ്ടാക്കാനുള്ള തേങ്ങയല്ല, അപ്പവും പാനിക്കുള്ള പാനി ഉണ്ടാക്കാനുള്ള തേങ്ങ അല്ലേ? പാനിയല്ലേ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്? അപ്പത്തിനും വേണം, പിന്നെ ഓട്ടടയ്ക്ക് വേണം. പിന്നെ ഓർഡർ കഴിച്ചിട്ടുണ്ടോ? നല്ല രുചിയാ. എടാ കുട്ടാ ചെരണ്ടടാ. ഞാനിപ്പോ 2-3 തേങ്ങേന്റെ അടുത്ത് ചെരണ്ടയുടെ. ഇനി 3 തേങ്ങ നീ എടുത്തുപോയോ? എന്റെ പൊന്ന് വെച്ചാ എന്റെ പൊന്ന് കൊച്ചാന്ന്. എന്നാ നീ ഒരു അരമുറി തേങ്ങ ചേർത്ത് കാണിക്കേ. ഞാൻ വെല്ലു വിളിക്കുന്നില്ല. ഇവന് തേങ്ങ ചേർന്നാൻ അറിയില്ല കേട്ടോ. അതറിഞ്ഞ ഇവന് തേങ്ങ ചേർന്നാൻ അറിയത്തില്ല കേട്ടോ. സാരമില്ല. നീ തേങ്ങ ചേർന്നാ അറിയില്ല. നിനക്ക് തേങ്ങ ചേർന്നാൻ അറിയോ? അതാ മൊത്തം ഇളകുന്നുണ്ടല്ലോ. ഇവനിതെന്താ ഇങ്ങനെ തരണമേ? അപ്പൊ വേണ്ട, നമ്മളെ മമ്മി ഇവിടെ അച്ചാറിന്റെ പരിപാടിയിലാട്ടോ. നല്ല ബീഫ് വറുത്ത അച്ചാറിട്ട് നല്ല സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. മമ്മി തീന്റെ ചൂട് നിന്ന് അടുത്ത് കേട്ടോ. നല്ല ചൂടല്ലേടാ? ഒന്നാമത് പുറത്തുള്ള ചൂട്, അതിന്റെ കൂടെ എന്തെടുപ്പ പുകയെടുപ്പ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ക്ഷീണാട്ടോ എനിക്ക്. അതുകൊണ്ട് പുതിയ കുപ്പി മിറണ്ടായി കൊടുക്കുന്നുണ്ട്. മമ്മി മിറണ്ട കഴിക്കാൻ സന്തോഷിക്കും. അച്ചാറിടും. മിറണ്ട കുടിക്കും അച്ചാറിടും. ആരുടെ അലമാര ഓർന്ന് നോക്കുന്നേ? എവിടെയാ? പൊട്ടിക്കണം. അയ്യോ തേങ്ങക്ക് നോവും. എന്റെ പൊന്നെ ഒറ്റയടിക്ക് പൊട്ടിച്ച സംഭവം. എനിക്ക് തേങ്ങ ഉള്ളട്ടോടാ. പെണ്ണ് ഒളിഞ്ഞു നോക്കുവാ. മയില് വീല് എടുത്തിട്ട് കുടുങ്ങു വന്നതാ. എവിടെയാ വഴിയില്, നമ്മുടെ വഴിയില്. അപ്പൻ്റെ ഇരിപ്പാണ്, വലിയ ഇരിപ്പാണല്ലോ. തേങ്ങ എടുക്കാൻ വേണ്ടി തേങ്ങ ഇടാൻ ഒച്ചുണ്ടാക്കല്ലേ മയില്. നമ്മുടെ ഊനായിട്ട് തൊട്ടില്ലേ അവിടെയാ? ഡാൻസ് കളിക്കുവാണോ? ആ ബെസ്റ്റ്. മയിലുണ്ടാവും അവിടെ. മയിലൊക്കെ പാടി പോയിട്ടുണ്ടാവും. മയില് പോയിട്ട് അണ്ണാനും ഇല്ല. ഇവന് ഓടിച്ചിട്ടുണ്ടാവും കേട്ടോ. ആണ് ആ വാഴക്കണ്ട, വാഴന്റെ കൈ ഇങ്ങനെ നിൽക്കുന്ന ഫസ്റ്റ് അവിടെ തന്നെ. അപ്പൊ മഴ പെയ്യുമായിരിക്കൂലേ? മയില് ഡാൻസ് കളിച്ചാൽ മഴ പെയ്യൂടി പിന്നല്ലേ? എന്റെ മോനെ കാണണോ കേട്ടോ. ഞാൻ ശരിക്കും വലിയ മയില് ഇങ്ങനെ റൗണ്ടിൽ നിവർത്തി വെച്ചിരിക്കുവാ. പോയിട്ടുണ്ടാവൂടി. വെക്ക് ഓടിച്ചാണോ? എന്റെ മോനെ അവിടെ ശരിക്കല്ലേ പ്രകൃതിന്റെ ഓരോ. നീ എങ്ങോട്ടാ പോണേ? തേങ്ങ ഇറണ്ടിക്കൊണ്ടിരുന്ന എന്നെ വന്നിട്ട് മയിലിനെ കാണിച്ചത് പറഞ്ഞിട്ട് ചാണകം കാണിച്ചു വേണോ? കണ്ടോ കുഞ്ഞിപ്പണ ഒച്ചപ്പാട് ഉണ്ടാക്കിട്ട് പൊന്നിപ്പണി എടുത്തേ കേട്ടോ. എന്റെ പൊന്നെ ഒരിടത്ത നിർത്തില്ല കേട്ടോ. പൊന്നിന് ചെറിയ പണി കിട്ടി. പൊന്നിന്റെ പണി കണ്ടോ? കറിവേപ്പിന്റെ അല്ലിടത്തല്. അതാട്ടെ പൊന്നിന്റെ പണി. ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോ കീർക്കോണ്ടിരിക്കും. എന്റെ കാല് പിടിച്ച് വലിക്കുക. അപ്പൊ ഞാനാണ് ഇത്രയും തേങ്ങ. അയ്യോ ബാക്കിയോടെ കൊറേ ബാക്കി ഞാൻ കൊറേ തേങ്ങ മടുത്തിട്ട് ഇവരുടെ പ്ലാനിങ് ആണെന്ന് എനിക്കറിയത്തില്ല. എന്ത് പ്ലാനിങ്? എടാ ഞാൻ ഇവിടെ എടുത്തോണ്ട് ഞാനിത് ചെയ്യണമെങ്കിൽ ഒരു തേങ്ങ കഴിഞ്ഞപ്പോ അടുത്ത തേങ്ങ കൊണ്ടുവന്നു. അപ്പൊ കൂട്ടുകാരെ പെസഹാപ്പ് ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഉള്ളി അരിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ കണ്ടോ. തേങ്ങ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെരണ്ടി മടുത്തായിരുന്നു കേട്ടോ. അപ്പൊ മമ്മി അപ്പം ഉണ്ടാക്കാനുള്ള എന്റെ മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. പെസഹാപ്പത്തിനുള്ള മാവൊക്കെ മമ്മി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നേ.
ഇച്ചേ നിന്നെ ബിഗ് ബോസിൽ വിളിച്ച ബിഗ് ബോസിൽ വിളിച്ചാ നീ പോവോ? ഞാനോ ബിഗ് ബോസിൽ പോവാ? നീ പോവോ? ഞാൻ പോയിട്ടുണ്ട്, അവിടെ കിടന്ന് കരയും അല്ലേ? നിന്റെ കള്ളത്തരെല്ലാം പിടിക്കും. കള്ളത്തരം പിടിക്കത്തൊന്നുമില്ല, കള്ളത്തരം ഉണ്ടെന്നല്ലേ പിടിക്കുള്ളൂ. പക്ഷെ എനിക്കങ്ങനെ പറ്റില്ല, നീ കാണാണ്ടിരിക്കാനൊന്നും. അയ്യോ കുഞ്ഞിപ്പെണ്ണെന്ന് കാണാൻ പറ്റില്ലല്ലോ. ഇല്ല, അയ്യോ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നു നീ? പുള്ളിനകത്തുള്ള കാര്യം ഓർത്ത് ഭയങ്കര ടെൻഷനാട്ടോ. ബിഗ് ബോസ് ആവാലോ. അതെ അമ്മേ, എനിക്ക് കാണാണ്ടിരിക്കൊന്നും പറ്റില്ലടാ നിന്നെ. എപ്പൊ ചൊറിയണ്ടേ? പക്ഷെ ഞാൻ നല്ലൊരു മത്സരരാത്രി ആയിരിക്കും. മത്സരാത്രി. അയ്യോ അതെന്താ ശരിക്കും എങ്ങനെയായിരുന്നു മത്സരാത്രി? അതെങ്ങനെ പറയാ? മത്സരാത്രി അല്ലേ? മത്സരാത്രി അല്ലടാ, മത്സരാർത്തി ആർത്തിയും മൂർത്തിയും നല്ലടാ. അതെടി നല്ലൊരു വിദ്യാർത്ഥി ആയിരിക്കും പോരെ. പക്ഷെ മത്സരം ഇന്ന് പറയുന്ന എല്ലാം തെറ്റിപ്പോയടാ. ഒന്നാമല്ലേ? ഒന്നാം പാല്. അപ്പൊ സംഭവം നല്ലോണം പീയുന്നുണ്ട് കേട്ടോ. സംഭവന്റെ കയ്യിന്റെ പേര് നീട്ടം നോക്ക്. അപ്പൊ അവിടെ കുരിശപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മള് കുരിശ് വെക്കണം. നമ്മുടെ ഓശാനയ്ക്ക് പള്ളി നീട്ടിയ ഓലയാട്ടോ ഇത്. അത് മുറിച്ച് കുരിശാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് വേണം നമുക്കത് വേവിക്കാൻ. അപ്പൊ പപ്പ മുറിച്ചോണ്ടിരിക്കുക, എല്ലാം നോക്കിയിരിക്കണേ. കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ടല്ലേ കാണുന്നത്. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം എനിക്ക് വന്നോളൂ കേട്ടോ. എന്നാ അവന്റെ കുഴിച്ചപ്പം കണ്ടു വച്ച കണ്ടോ? എന്റെ പേര് കുരിശപ്പാനോ ഉണ്ടാക്കാൻ പോഞ്ഞമ്മല്ലേ? ഓലൊക്കെ കീറുന്നുണ്ടെ കുഞ്ഞിപ്പെണ്ണ് നോക്കുക കേട്ടോ. അപ്പൊ അതിനുള്ള ഈർക്കിളിയാണ്. ഈർക്കിളി ഇങ്ങനെ മാറ്റിയിട്ടിട്ട് നമ്മൾ ഓല മാത്രമായിട്ടാണ് കുരിശുണ്ടാക്കുന്നത്. സൈഡൊക്കെ ക്ലീൻ ആക്കി ചെത്തി ക്ലീൻ ആക്കി ഇതിനകത്ത് ഇനി ഇങ്ങനെ കുരിശായിട്ട് മിണ്ടിക്കോ. ഇപ്പൊ വേണ്ടതിന് കുഴപ്പമൊന്നുമില്ല. അല്ല എനിക്ക് അറിയത്തില്ലല്ലോ, അപ്പൊ ഞാൻ കണ്ടു നിൽക്കുന്നയാ. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര അത്ഭുതത്തോടെ ഇപ്പൊ കയ്യൊക്കെ കൈ കേൾക്കാം. അപ്പം തിന്നാൻ കൈ കൂട്ട്. അതാണ് കാണിക്കുന്നത്. എനിക്ക് അമ്പോ. അപ്പൊ പ്രാർത്ഥിച്ചിട്ടാണ് കുരിശ് വെക്കുവാണേ. ഓല കൊണ്ടുള്ള കുരിശ് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ അപ്പപാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റിക്കും. മോളിക്കൂട്ടനെ അപ്പൊ ഈ അപ്പപാത്രത്തിൽ കൊണ്ട് വെച്ചിട്ട് അപ്പാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ മമ്മി ഇതാ കുരിശപ്പം വെക്കാട്ടോ. അങ്ങനെ നമ്മുടെ കുരിശപ്പം ഇനി അപ്പച്ചമ്മിലിരുന്നിട്ട് ആവി കൊണ്ട് വേഗം കേട്ടോ. എന്റെ മമ്മി ഉണ്ടാക്കിയ അടുപ്പ് സെറ്റായിട്ട് ഇപ്പം നല്ല കണല, നല്ല ചൂടും കേട്ടോ. അപ്പൊ സാമ്പോ ഇവിടെ ഷോർട്സ് എടുക്കാനുള്ള പരിപാടിയിലാട്ടോ. തേങ്ങാപ്പാലാട്ടോ ഇത്. ഞാൻ ഉണ്ടാക്കി തേങ്ങാപ്പാല്. ശരിയാ. അങ്ങനെ കുരിശപ്പം മോളിക്കൂട്ടം വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മോളിക്കൂട്ടിന് അടുത്തത് ഓട്ടട ഉണ്ടാക്കുവാണ് കൂട്ടുകാരെ. ഓട്ടട കണ്ട ഇതാട്ടോ ഓട്ടട. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടോ ചട്ടി വെച്ചിട്ട് ഇങ്ങനെ എണ്ണ ചൂടില് മമ്മി കൈ കൊണ്ട് ഇങ്ങനെ പരത്തും. കൈ കൊള്ളൂല്ലേ മോളിക്കൂട്ട? ഉള്ള കണ്ടോ മോളിക്കൂട്ട ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വലുതാന്ന് പറഞ്ഞ് ചക്കരക്കുട്ടി. അപ്പൊ ഇവിടെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ എല്ലാവരും സെറ്റ് ആയിട്ട് അപ്പം മുറിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പം റെഡി. കുരിശപ്പം ഉണ്ട്, അല്ലാണ്ട് വേറെ അപ്പം ഉണ്ട്. പിന്നെ ഓട്ടടയും കൊണ്ട് മമ്മി വരുന്നുണ്ട് കേട്ടോ. മമ്മി ഓട്ടടയും കൊണ്ട് വരുന്നുണ്ട്. പപ്പ ഇവിടെ ഉണ്ട്. കുഞ്ഞിപ്പെണ്ണിന് അപ്പം എല്ലാം കൂടെ ഭയങ്കര സന്തോഷായി പോയിട്ടോ. എന്നും അത് അപ്പം മുറിക്കാൻ പോവല്ലേ. അപ്പൊ നമ്മളെ കുരിശപ്പം ഓട്ടടയും കണ്ടോ പാനിയും പാത്രങ്ങളും എല്ലാം റെഡി ആക്കിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളപ്പം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത് നമ്മുടെ
വിശപ്പോ ഇന്ന് അപ്പം ചിന്നാല് കൊച്ചിന് എന്റെ ദൈവമേ. പണ്ട് കുഞ്ഞായിരുന്നപ്പോ ഡൂഡു എന്തൊക്കെ കളിയായിരുന്നു. എന്റെ ദൈവം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞച്ചൻ ഡൂഡിനെ. ഭയങ്കര സന്തോഷായിട്ടോ അവനിക്ക്. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നറിയാവോ? അവിടെ മെഴുകുതിരി വെച്ച് ചെയ്യണം കേട്ടോ. മെഴുകുതിരി വെച്ചിട്ട് ഈശോയുടെ ഫോട്ടോ ഇതിട്ടിട്ട് രൂപം കുഞ്ഞിപ്പന്റെ വാളയെ കണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണമേ സ്തോത്രം ബാരക്കുമോ സഹായിനെ നീക്കിയ മഷിഹാമോദി പ്രേക്ഷരുളുക കൃപനിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനെ നീക്കിയ മഷിഹാമോദി പ്രേക്ഷരുളുക കൃപനിൻ പെസഹായ കുഞ്ഞിയെ നിന്നെ വിശകാപ്പം തിന്ന സ്കൈ അപ്പൊ കുഞ്ഞിപ്പന്റെ ആദ്യത്തെ പെസഹാപ്പട്ടോ. പോയി മമ്മി കൊടുത്തോ. എല്ലാരും കൊടുക്കട്ടെ കുഞ്ഞിപ്പന്നെ. വിശകാപ്പം വിളിച്ച കൈ നീ കൊടുക്ക. കുഞ്ഞു കൊടുത്തോ? ഞാൻ കൊടുത്തു. വിളിച്ചു സ്കൈ വലിയ കൊള്ളാം. അങ്ങനെ നമ്മുടെ പെസഹാപ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഞങ്ങളതാണ് ഫ്രീ ആയി. അതെ, പെസകാപ്പൊക്കെ മുറിച്ച് കഴിച്ച് കുഞ്ഞിപ്പെണ്ണ് കഴിച്ചു കിട്ടോ. കുഞ്ഞിപ്പെണ്ണ് മധുരം ഇഷ്ടമല്ലാത്ത കുഞ്ഞിപ്പെണ്ണ് നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി അധികം മധുരം ഒന്നും ആക്കാണ്ട് പാകത്തിനാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സൂപ്പർ ആയിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടോ കൂട്ടുകാർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും നിങ്ങൾ കൂടെ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ഫസ്റ്റത്തെ പെസഹായല്ലേ? ആദ്യത്തെ പെസഹയാണ്. അപ്പോ നമ്മുടെ പെസഹ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ പെസഹ ഇങ്ങനെ നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ അപ്പൊക്കെ മുറിച്ചിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും പെസഹ ആശംസ. നാളെ ഇനിയിപ്പോ ദുഃഖവെള്ളിയല്ലേ? നാളെ ദുഃഖവെള്ളി, ദുഃഖശനി, പിന്നെയാണല്ലോ ഈസ്റ്റർ. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണേല് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിന് നല്ല മൂഡിലായിട്ടുണ്ടോ. കുഞ്ഞിപ്പണ അപ്പം പാഞ്ഞ കഴിച്ചിട്ടെ കുഞ്ഞിപ്പണ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ അത്രയുള്ള വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ഓക്കേ പൊന്മണി. കുഞ്ഞിപ്പണ്ണ